ഇനി നമുക്ക് ഇന്ത്യയിലെ ഫോസിൽ ഡെപ്പോസിറ്റ്സ് എവിടെയൊക്കെയാണ് ഉണ്ടായിരുന്നതെന്ന് പഠിക്കാം. ഇപ്പോൾ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ 2 പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ് ഇപ്പോൾ ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നത്. ഫോസിൽ ഡെപ്പോസിറ്റ് ഉള്ള 2 റീജിയൻസ്, ഫോസിൽ ഡെപ്പോസിറ്റ്സ് ഉള്ള ഈ 2 റീജിയൻസിനെ പ്രൊട്ടക്റ്റഡ് ഏരിയ ആയിട്ട് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ശിവാലിക് ഫോസിൽ പാർക്ക് ആൻഡ് മണ്ഡ്ല പ്ലാന്റ് ഫോസിൽ നാഷണൽ പാർക്ക്. ശിവാലിക് ഫോസിൽ പാർക്കും മണ്ഡ്ല പ്ലാന്റ് ഫോസിൽ നാഷണൽ പാർക്കും. അപ്പോൾ ഈ 2 നാഷണൽ പാർക്കും ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ആണ്. അപ്പോൾ ഇതിൽ ശിവാലിക് നാഷണൽ പാർക്ക് എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. സാക്കേതി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഹിമാചൽ പ്രദേശിൽ ശിവാലിക് നാഷണൽ പാർക്ക്, ഫോസിൽ പാർക്ക്, ശിവാലിക് ഫോസിൽ പാർക്ക്. പിന്നെ ഇവിടെ എന്തിൻ്റെയൊക്കെ ഫോസിലാണ് കിട്ടിയത്? വേർട്ടിബ്രേറ്റ്സിൻ്റെയാണ്. മെയിനായിട്ട് വേർട്ടിബ്രേറ്റ്സിൻ്റെ ഫോസിലാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ശിവാലിക് നാഷണൽ പാർക്ക് എന്നുള്ള ഒരു ഫോട്ടോയാണ്, കണ്ടില്ലേ? ഇതൊക്കെ ഇപ്പോൾ ഈ സുക്കേതി നാഷണൽ പാർക്ക് എന്നും പറയും ഇതിന്. അത് ആ സ്ഥലത്തിൻ്റെ പേരാണ്. ഇപ്പോൾ ശിവാലിക് ഫോസിൽ പാർക്ക് അല്ലെങ്കിൽ സുക്കേതി ഫോസിൽ പാർക്ക് എന്നൊക്കെയാണ് ഇത് അറിയപ്പെടുന്നത്. ഇതൊക്കെ അവിടെ നിന്നുള്ള പിക്ചേഴ്സാണ്, ഫോസിലിൻ്റെ പിക്ചേഴ്സാണ്. ഇപ്പോൾ ശിവാലിക് ഫോസിൽ പാർക്ക്, ശിവാലിക് ഫോസിൽ പാർക്ക് എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പ്രൊട്ടക്റ്റഡ് ഏരിയയിൽ പെടുന്നതാണ് ശിവാലിക് ഫോസിൽ പാർക്ക്. പിന്നെ ഇവിടെ മെയിനായിട്ട് വേർട്ടിബ്രേറ്റ്സിൻ്റെ ഫോസിലുകളാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇനി മണ്ഡ്ല പ്ലാന്റ് ഫോസിൽ നാഷണൽ പാർക്ക് ഉണ്ട്. ഇതെവിടെയാണ്? മധ്യപ്രദേശിലാണ്. മണ്ഡ്ല പ്ലാന്റ് ഫോസിൽ നാഷണൽ പാർക്ക് ഡിൻഡോറി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. മധ്യപ്രദേശിലെ ഡിൻഡോറി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് മണ്ഡ്ല ഫോസിൽ നാഷണൽ പാർക്ക്. ഇവിടെ എന്താണ്? ഈ ഫോറസ്റ്റ്, പ്രൈമോഡിയൽ ഫോറസ്റ്റിൻ്റെ ഒരു ഫോസിലിനെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദിസ് പാർക്ക് ഈസ് ടു പ്രിസർവ് ദ ഫോസിൽ റിമെയിൻസ് ഓഫ് എ പ്രൈമോഡിയൽ ഫോറസ്റ്റ് ദാറ്റ് കവേർഡ് ദ റീജിയൻ 40 to 150 million years ago. അപ്പോൾ 40 to 150 million years ago ഈ സ്ഥലത്ത്, ഈ മണ്ഡ്ല എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്ന ഫോറസ്റ്റ് അവിടെ ഫോസിലായി മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ റിമെയിൻസ് ആണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത് ഈ നാഷണൽ പാർക്കിൽ. അതേ സ്ഥലത്ത് തന്നെ സംരക്ഷിച്ച് വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഫോറസ്റ്റിൻ്റെ ഫോസിലാണ്, പ്രൈമോഡിയൽ ഫോറസ്റ്റിൻ്റെ ഫോസിലാണ് ഇവിടെയുള്ളത്, മണ്ഡ്ല പ്ലാന്റ് ഫോസിൽ നാഷണൽ പാർക്കിലുള്ളത്. അപ്പോൾ ഇത് രണ്ടിലും ഫോസിൽ ഡിസ്പ്ലേ ഉണ്ട്. പിന്നെ അത് കൂടാതെ ഒരുപാട് സുവോളജിക്കൽ ഗാർഡൻസിൽ, സൂവില്ലേ, കുറേ സൂവിൽ ഈ ഫോസിൽ ഡിസ്പ്ലേ കാണാം. നിങ്ങൾ പോയിട്ടുണ്ടാവും ചിലപ്പോൾ, ചില സൂവിലൊക്കെ ഫോസിൽ ഡിസ്പ്ലേ കാണാം. ഈ ശിവാലിക് ഫോസിൽ പാർക്കും മണ്ഡ്ല പ്ലാന്റ് ഫോസിൽ നാഷണൽ പാർക്കും എന്താണ്? ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ 2 പ്രൊട്ടക്റ്റഡ് ഏരിയയാണ്. അപ്പോൾ ഈ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ചാർട്ടർ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഈ സൂവിലൊക്കെ ഈ ഫോസിൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കാറുണ്ട്, ഫോസിൽസിനെ കൊണ്ടുപോയി പ്രദർശിപ്പിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മ്യൂസിയമാണ് നാഷണൽ ഹിസ്റ്ററി മ്യൂസിയം ഓഫ് ദ നെഹ്റു സുവോളജിക്കൽ പാർക്ക്, ഹൈദരാബാദിൽ. നിങ്ങൾ ബിർല പാർക്ക്, ബിർല മ്യൂസിയം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ. അത് ഹൈദരാബാദിലാണ്. നാഷണൽ ഹിസ്റ്ററി മ്യൂസിയം ഓഫ് ദ നെഹ്റു സുവോളജിക്കൽ പാർക്ക്, നെഹ്റു സുവോളജിക്കൽ പാർക്കിലെ നാഷണൽ ഹിസ്റ്ററി മ്യൂസിയത്തിൽ എന്തുണ്ട്? ഈ ഒരുപാട് ഫോസിലിനെ നമുക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും, അവിടെ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പിന്നെ വേറെയും ഒരുപാട് മ്യൂസിയം ഉണ്ട്. ഈ നമുക്ക് ഇത് കാണാൻ പറ്റുന്ന ഫോസിൽ വുഡ് പാർക്ക് ഉണ്ട് തിരുനക്കര, തമിഴ്നാട്ടിലെ തിരുനക്കര എന്ന് പറയുന്ന സ്ഥലത്ത് ഫോസിൽ വുഡ് പാർക്ക് ഉണ്ട്. പിന്നെ നാഷണൽ ഫോസിൽ വുഡ് പാർക്ക് ഉണ്ട് ചാത്തന്നൂർ, തമിഴ്നാട്. നാഷണൽ ഫോസിൽ വുഡ് പാർക്ക് തിരുനക്കരയിലുണ്ട്. നാഷണൽ ഫോസിൽ വുഡ് പാർക്ക് ചാത്തന്നൂർ. ഇൻട്രോറ ദിനോസർ ആൻഡ് ഫോസിൽ പാർക്ക് ഗുജറാത്ത്. ഇൻട്രോഡ ഡൈനോസർ ആൻഡ് ഫോസിൽ പാർക്ക് ഗുജറാത്ത്. കുഗുവ ഫോസിൽ പാർക്ക് മധ്യപ്രദേശ്. സൽഖൻ ഫോസിൽ പാർക്ക് ഉത്തർപ്രദേശ്. അക്കൽ വുഡ് ഫോസിൽ പാർക്ക് രാജസ്ഥാൻ. അംഖോയി ഫോസിൽ പാർക്ക് വെസ്റ്റ് ബംഗാൾ. പിന്നെ റയോലി ഡിനോസർ ഫോസിൽ പാർക്ക് ഗുജറാത്ത്. രാജ്മഹൽ ഹിൽസ് ഫോസിൽ പാർക്ക് ബീഹാർ. ഇങ്ങനെ ഒരുപാട് ഫോസിൽ പാർക്കുകൾ ഇന്ത്യയിൽ ഉണ്ട്.
അപ്പോൾ ഇത്രയാണ് ഇന്ത്യയിലെ ഫോസിൽ ഡെപ്പോസിറ്റ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇന്ത്യയിൽ ഒരുപാട് ഫോസിൽ നമ്മൾ പഠിച്ചു, രാജ്മഹൽ ഹിൽസിൽ അവിടെയൊക്കെ ഫോസിൽ കണ്ടെത്തിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അവിടെ നിന്നൊക്കെ കിട്ടിയ ഫോസിൽസ് കുറേയൊക്കെ അവിടെയൊക്കെ തന്നെയുള്ള നാഷണൽ പാർക്കിലൊക്കെ സൂവിലൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കും. പിന്നെ ഇതുപോലുള്ള ഫോസിൽ പാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടല്ലേ ഫോസിൽ പാർക്ക്. അവിടെയൊക്കെ ഫോസിലിനെ നമുക്ക് ആൾക്കാർക്ക് കാണാൻ പറ്റും, പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ ഇവിടെയൊക്കെ നാഷണൽ പാർക്കുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഫോസിലിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്ലാന്റ് ആനിമൽസിൻ്റെയൊക്കെ ഫോസിൽ നമുക്ക് കാണാം. അതേപോലെ തന്നെ ഈ ഏരിയയിൽ പഠിക്കാനുള്ള വേറൊരു കാര്യമാണ് ഇന്ത്യയിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഈ പാലിയോ ബോട്ടണിയുമായി റിലേറ്റ് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ നമുക്ക് പാലിയൻറ്റോളജി പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് കുറേ ഉണ്ട്. അതായത് ഐസർ, കൊൽക്കത്ത ഐസർ, പിന്നെ ഡൽഹി യൂണിവേഴ്സിറ്റി ഉണ്ട്, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. ഇവിടെയൊക്കെ പാലിയൻറ്റോളജിയിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കോഴ്സുകൾ ചെയ്യാൻ പറ്റും. പക്ഷേ ജിയോളജി ഡിഗ്രിയൊക്കെ വേണ്ടി വരും അതിന്, PG ചെയ്യണമെങ്കിൽ. അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോൾ ജിയോളജി പഠിച്ചവർക്കാണ് പാലിയൻറ്റോളജി കൂടുതൽ പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ഈ പാലിയോ ബോട്ടണി, അതായത് ഈ നമ്മുടെ ഫോസിലിനെ കുറിച്ചുള്ള സ്റ്റഡീസ് നടത്താൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ ഒരു മെയിനായിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണുള്ളത്, ബീർബൽ സാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയോ ബോട്ടണി. ഇപ്പോൾ ബീർബൽ സാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയോ ബോട്ടണി നമ്മൾ ബീർബൽ സാനിയെക്കുറിച്ച് പഠിക്കുമ്പോൾ പറഞ്ഞതാണ്, BSIP എന്ന് പറയും. ബീർബൽ സാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയോ ബോട്ടണി ലക്നൗവിലാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. ലക്നൗവിലാണ് ഈ ബീർബൽ സാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയോ ബോട്ടണി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് 1946 ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വരുന്ന സമയത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയോ ബോട്ടണി എന്നാണ് ഇത് അറിയപ്പെട്ടത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയോ ബോട്ടണി എന്ന പേരിലായിരുന്നു 1946 ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഇതിൻ്റെ ഇനീഷ്യൽ ഓഫീസൊക്കെ ലക്നൗ യൂണിവേഴ്സിറ്റിയിലായിരുന്നു. പിന്നീട് 1948 ഒരു യുണൈറ്റഡ് പ്രൊവിൻസസ് എന്ത് ചെയ്തു, യുണൈറ്റഡ് പ്രൊവിൻസസിലെ ഗവൺമെൻറ് ഒരു ബംഗ്ലാവും 3.5 ഏക്കേഴ്സ് ഓഫ് ലാൻഡും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന് കൊടുത്തു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയോ ബോട്ടണിക്ക് സംഭാവന ചെയ്തു. അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്തു, 1949 അവിടെ ഒരു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാൻ വേണ്ടി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രൈം മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് അദ്ദേഹം അതിന് തറക്കല്ലിട്ടു. അങ്ങനെ 1949 ബീർബൽ സാനി മരിച്ചതിന് ശേഷം ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ബീർബൽ സാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയോ ബോട്ടണി എന്ന് പേര് കൊടുത്തു. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ സാവിത്രി സാനി ആയിരുന്നു അവിടുത്തെ ഒരു ഡയറക്ടറായിട്ട് പ്രവർത്തിച്ചിരുന്നത്. പിന്നീട് 1951 യുനെസ്കോയുടെ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് പ്രോഗ്രാം ഇവിടെ ചെയ്യാൻ തുടങ്ങി. പിന്നീട് 1953 പുതിയ ബിൽഡിങ്ങിലേക്ക് മാറി. 1969 എന്തായി, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഏറ്റെടുത്തു. ഓട്ടോണോമസ് റിസർച്ച് സെൻ്ററായിട്ട് മാറി. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഒരു ഓട്ടോണോമസ് റിസർച്ച് സെൻ്ററായിട്ട് ഇത് മാറി. ബീർബൽ സാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയോ ബോട്ടണി മാറി. അപ്പോൾ ഇന്ത്യയിൽ ഇന്ന് അറിയപ്പെടുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ബീർബൽ സാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയോ ബോട്ടണി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കമ്മീഷൻ, ഓയിൽ ഇന്ത്യ ലിമിറ്റഡ്, CSIR, പിന്നെ നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ, അങ്ങനെ ഒരുപാട്, ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്റർ, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ഇങ്ങനെ ഒരുപാട് ഓർഗനൈസേഷൻസുമായിട്ട് കോർഡിനേഷനിലാണ് ഈ BSIP പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അത്രയ്ക്ക് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനായിട്ട് ഇത് മാറി, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് ഈ BSIP മാറിയിട്ടുണ്ട്. അതായത് ഇത്രയും ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് കോർഡിനേഷനിലാണ് ഇവർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ BSIPയുടെ മെയിൻ ഒബ്ജക്റ്റീവ്സ്? ടു ഡെവലപ്പ് പാലിയോ ബോട്ടണി ഇൻക്ലൂഡിങ് പാലിയോ പാലിനോളജി ഇൻ ഓൾ ഇറ്റ്സ് ബൊട്ടാണിക്കൽ ആൻഡ് ജിയോളജിക്കൽ ആസ്പെക്ട്സ്. പാലിയോ ബോട്ടണിയെയും പാലിയോ പാലിനോളജിയെയും ഡെവലപ്പ് ചെയ്യുക. പാലിയോ ബോട്ടണിയെയും പാലിയോ പാലിനോളജിയും ഡെവലപ്പ് ചെയ്യുക. എങ്ങനെ? അതിൻ്റെ ബൊട്ടാണിക്കലും ജിയോളജിക്കലുമായിട്ടുള്ള ആസ്പെക്ട്സ് ഒക്കെ കണ്ടുപിടിക്കുക, എന്നിട്ട് അതിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്. ടു കോൺസ്റ്റൻ്റ്ലി അപ്ഡേറ്റ് ദ ഡാറ്റ ഫോർ ഇൻറ്ററാക്ഷൻ വിത്ത് അലൈഡ് ഡിസിപ്ലിൻസ്. ഇപ്പോൾ ഈ ഫോസിലിൻ്റെ കാര്യത്തിൽ തന്നെ എന്ത് ചെയ്യണം, ഡാറ്റ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം അല്ലേ. മറ്റ്
എവിടെന്നെങ്കിലും ഒരു ഫോസിൽ കിട്ടി. ആ ഫോസിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ ഫോസിലിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടുത്തെ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ് എന്തായിരുന്നു അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അവിടെ ചിലപ്പോൾ അവിടെ ഫോസിൽ ഫ്യൂൽ ഡെപ്പോസിറ്റ് ഉണ്ടാകാം അല്ലേ, അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. പിന്നെ അവിടെയുള്ള റോക്ക് അതിൻ്റെ പ്രത്യേകതകൾ പഠിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ എപ്പോഴും എന്താണ് ഇതിൻ്റെ റിലേറ്റഡ് ഡിസിപ്ലിനുമായിട്ട് ഇങ്ങനെ എപ്പോഴും വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അത് ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. ടു കോർഡിനേറ്റ് ഡിഫറെൻറ്റ് ഏരിയാസ് സച്ച് ആസ് ഏർലി ലൈഫ്, ഫോസിൽ ഫ്യൂൽസ്, വെജിറ്റേഷൻ ഡൈനാമിക്സ്, ക്ലൈമറ്റിക് മോഡലിംഗ്, കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് എക്സെട്ര. അപ്പോൾ ഈ ഡിഫറെൻറ്റ് ഏരിയാസ്, ഈ ഫോസിൽ ഫ്യൂലിൻ്റെ ഡെപ്പോസിഷൻ ആയാലും വെജിറ്റേഷൻ ഡൈനാമിക്സ് ആയാലും ക്ലൈമറ്റിൻ്റെ ഫീച്ചേഴ്സ് ആയാലും ഫോറസ്റ്റ് കൺസർവേഷൻ ആയാലും ഇതൊക്കെ എന്താണ്, ഈ ഏരിയാസൊക്കെ കോർഡിനേറ്റ് ചെയ്യുക. ഇതൊക്കെ ഒരു ഫോസിലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് ആൻഷ്യൻ്റ് ആയിട്ടുള്ള ഫോസിൽ ഫ്യൂൽസ് എവിടെ നിന്നാണ് കിട്ടുക? ഏർലി ലൈഫ് ഫോസിൽ ഫ്യൂൽസ് ഉള്ള ഏരിയയിൽ നിന്ന് കുറേ ഫോസിൽ കിട്ടാം അല്ലേ. ഫോസിൽ ഫ്യൂൽസൊക്കെ ഒരുപാട് കിട്ടുന്ന സ്ഥലത്തു നിന്ന്, കുഴിച്ചെടുക്കുന്ന സ്ഥലത്തു നിന്ന് അവിടെ നിന്ന് ഫോസിൽ ഉണ്ടായിരിക്കാം. പിന്നെ വെജിറ്റേഷൻ ഡൈനാമിക്സ്, ആ സമയത്ത് ഉണ്ടായിരുന്ന വെജിറ്റേഷൻ, എന്തൊക്കെ തരത്തിലുള്ള വെജിറ്റേഷൻ ഉണ്ടായിരുന്നു, ആ സമയത്ത് എന്തൊക്കെ ക്ലൈമറ്റിന് എന്തൊക്കെ ചേഞ്ചസ് നടന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. അത് അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. ടു എക്സ്പാൻഡ് പാലിയോബൊട്ടാണിക്കൽ നോളജ് ആൻഡ് ടു ഡിസെമിനേറ്റ് ഇറ്റ് ഇൻ യൂണിവേഴ്സിറ്റീസ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് അക്കാഡമിക് സെൻറ്റേഴ്സ്. അപ്പോൾ ഈ പാലിയോബൊട്ടാണിക്കൽ നോളജ് ഇന്ത്യയിൽ വിദേശത്തും എമ്പാടുമുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളിലേക്ക് അറിയിക്കുക അല്ലേ. അതിന് എന്താണ്, ഈ നോളജിനെ സ്പ്രെഡ് ചെയ്യുക. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കും അക്കാഡമിക് സെൻറ്റേഴ്സിലേക്കും മറ്റ് റിസർച്ച് സെൻറ്റേഴ്സിലേക്കും ഒക്കെ ഈ പാലിയോബൊട്ടാണിക്കൽ നോളജിനെ സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതും ഇവരുടെ ഒരു ഒബ്ജക്റ്റീവാണ്. പിന്നെ ഇവരുടെ മെയിൻ ആയിട്ടുള്ള വർക്ക് ഏരിയാസ് ഏതൊക്കെയാണ്, മേജർ ത്രസ്റ്റ് ഏരിയാസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ പ്രീ കാംബ്രിയൻ പാലിയോബയോളജി ആൻഡ് സെർച്ച് ഫോർ ഏർലി ലൈഫ്. പ്രീ കാംബ്രിയൻ പാലിയോബയോളജി ആൻഡ് സെർച്ച് ഫോർ ഏർലി ലൈഫ്. എന്താണ് സെർച്ച് ഫോർ ഏർലി ലൈഫ് എന്ന് പറഞ്ഞാൽ പുരാതന കാലത്തുണ്ടായിരുന്ന ലൈഫിനെ കുറിച്ച്, പ്രീ കാംബ്രിയൻ പീരീഡിലും പാലിയോസോയിക് പീരീഡിലും. അപ്പോൾ ആ സമയത്തൊക്കെയുള്ള ലൈഫിനെ കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു ത്രസ്റ്റ് ഏരിയ എന്ന് പറയുന്നത്. പിന്നെ ഗോണ്ട്വാന ആൻഡ് സീനോസോയിക് പാലിയോഫ്ലോറിസ്റ്റിക്സ്, ബയോഡൈവേഴ്സിറ്റി, ബയോജിയോഗ്രഫി, ബയോസ്ട്രാറ്റിഗ്രഫി ആൻഡ് പാലിയോ ക്ലൈമറ്റ്സ്. ഇപ്പോൾ ഇവരെന്തൊക്കെ പഠിക്കുന്നുണ്ട്? ഗോണ്ട്വാന ആൻഡ് സീനോസോയിക് പാലിയോഫ്ലോറിസ്റ്റിക്സ്. ഈ പിന്നെ ഗോണ്ട്വാന എന്ന് പറഞ്ഞൊരു ഏരിയയാണ്, മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഗോണ്ട്വാന. പിന്നെ സീനോസോയിക് പാലിയോഫ്ലോറിസ്റ്റിക്സ്, സീനോസോയിക്കിലെ ഫ്ലോറേനെയും പ്ലാന്റ്സിനും ഒക്കെ കുറിച്ച്. പിന്നെ ബയോഡൈവേഴ്സിറ്റിനെ കുറിച്ച്, ബയോജിയോഗ്രഫിനെ കുറിച്ച്, ബയോസ്ട്രാറ്റിഗ്രഫിനെ കുറിച്ച്. ബയോസ്ട്രാറ്റിഗ്രഫി എന്ന് പറഞ്ഞാൽ റോക്കും ഈ സെഡിമെൻസും ഫോസിലും ഒക്കെ തമ്മിലുള്ള റിലേഷനാണ്, അതിനെക്കുറിച്ച് പഠിക്കുന്നതാണ് ബയോസ്ട്രാറ്റിഗ്രഫി എന്ന് പറഞ്ഞാൽ. പിന്നെ പാലിയോ ക്ലൈമറ്റ്സ്, ഏർലി ടൈമിൽ ഉണ്ടായിരുന്ന ക്ലൈമറ്റ്, അതിനെക്കുറിച്ചൊക്കെ പഠിക്കുക. പിന്നെ ഗോണ്ട്വാന പാലിനോളജി ആൻഡ് ലേറ്റ് മീസോസോയിക് ഏർലി സീനോസോയിക് പാലിനോളജിയെക്കുറിച്ച് പഠിക്കുക. ഗോണ്ട്വാനയിലുണ്ടായിരുന്ന പാലിനോളജി, പോളൻ ഗ്രെയിൻസിൻ്റെ ഫീച്ചേഴ്സ്. പിന്നെ ലേറ്റ് മീസോസോയിക് ഏർലി സീനോസോയിക് പാലിനോളജി, ലേറ്റ് മീസോസോയിക്കിലും ഏർലി സീനോസോയിക്കിലും ഉണ്ടായിരുന്ന പോളൻ ഗ്രെയിൻസിൻ്റെ ഫീച്ചേഴ്സ്, അതിനെക്കുറിച്ച് പഠിക്കുക. ഹൈ റെവല്യൂഷൻ സീക്വൻസ് ബയോസ്ട്രാറ്റിഗ്രഫി ആൻഡ് പാലിയോ എൻവയോൺമെൻറ്റൽ മോഡലിംഗ് ഓഫ് പെട്രോളിഫറസ് ബേസിൻസ്. പെട്രോളിഫറസ് ബേസിനിലെ എൻവയോൺമെൻറ്റൽ മോഡലിങ്ങിനെ കുറിച്ച്, അതായത് പെട്രോളിഫറസ് ബേസിനിൽ ആ പുരാതന കാലത്ത് എങ്ങനെയുള്ള എൻവയോൺമെൻറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നു, അവിടെ നിന്ന് പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ എന്തൊക്കെയായി മാറി, ഇപ്പോഴെന്താണ് കണ്ടീഷൻ, അങ്ങനെ ആ രീതിയിലുള്ള ഒരു എൻവയോൺമെൻറ്റൽ മോഡലിങ്ങിനെ കുറിച്ച് നോക്കുക. സ്റ്റഡി ഓഫ് ദ മേജർ ടൈം ബൗണ്ടറീസ് ആൻഡ് എക്സ്ട്രീം ക്ലൈമറ്റിക് ഇവൻറ്റ്സ് ഇൻ എർത്ത് ഹിസ്റ്ററി. അപ്പോൾ എർത്ത് ഹിസ്റ്ററിയിൽ ഉണ്ടായിരുന്ന മേജർ ക്ലൈമറ്റിക് ഈവൻസിനെ കുറിച്ച് പഠിക്കുക. അതായത് ചിലപ്പോൾ സ്റ്റോമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹൈ ചൂട് അല്ലെങ്കിൽ ഹൈ തണുപ്പ് അല്ലേ, എക്സ്ട്രീം കോൾഡോ എക്സ്ട്രീം ഹോട്ട് കണ്ടീഷനോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ, അതുകൊണ്ടാണോ ചില ഓർഗാനിസം എക്സ്റ്റിങ്ക്റ്റ് ആയിപ്പോയത്, അങ്ങനെയൊക്കെ പഠിക്കില്ലേ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നോക്കുക. പിന്നെ അണ്ടർസ്റ്റാൻഡിങ് ടെമ്പറൽ വേരിയബിലിറ്റി ഓഫ് ഇന്ത്യൻ മൺസൂൺ സിസ്റ്റം ത്രൂ പാലിനോളജിക്കൽ ആൻഡ് പാലിയൻറ്റോളജിക്കൽ സ്റ്റഡീസ്. അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ടെമ്പറൽ വേരിയബിലിറ്റി ഓഫ് ഇന്ത്യൻ മൺസൂൺ സിസ്റ്റം. മൺസൂൺ സിസ്റ്റത്തിനെ കുറിച്ച് നോക്കുക. ചിലപ്പോൾ മൺസൂൺ സിസ്റ്റത്തിലുണ്ടായ എന്തെങ്കിലും മാറ്റം കൊണ്ടാണോ ഈ ചില എവല്യൂഷനൊക്കെ നടന്നത്, അല്ലെങ്കിൽ ചില
എക്സ്റ്റെൻഷനൊക്കെ നടന്നത്, ആ രീതിയിലൊക്കെ ചിന്തിക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെ പഠിക്കുക. സ്റ്റഡി ഓഫ് മാംഗ്രൂവ് സ്വാംസ് വിത്ത് എംഫസിസ് ഓൺ ഓർഗാനിക് മാറ്റർ പ്രിസർവേഷൻ. അപ്പോൾ മാംഗ്രൂവ് സ്വാംസിനെ കുറിച്ച് പഠിക്കുക. മോളിക്കുലർ പാലിയോ ബയോളജി, എവല്യൂഷൻ ഓഫ് early protist and flowering plants. അപ്പോൾ മോളിക്കുലർ പാലിയോബയോളജി, അതായത് മോളിക്കുലർ ലെവലിൽ ഈ ഫോസിൽസിനെ കുറിച്ച് പഠിക്കും. പിന്നെ എയറോ ബയോളജി ആൻഡ് ബയോ പൊല്യൂട്ടൻ പ്രഡിക്ഷൻ, അതായത് എയറിനെ കുറിച്ചിട്ട്, എയറിൽ എന്തൊക്കെ ചേഞ്ച് ഉണ്ടായിരുന്നു, എയറിൽ എന്തെങ്കിലും ഫോസിൽ ഉണ്ടോ, അപ്പോൾ ആ രീതിയിൽ ബയോ പൊല്യൂട്ടൻറ്റിനെ കുറിച്ചുള്ള പ്രഡിക്ഷൻ, ബയോ പൊല്യൂട്ടൻസിനെ കുറിച്ച് പഠിക്കുക. പിന്നെ മെറൈൻ മൈക്രോ പാലിയൻറ്റോളജി, മറൈൻ അതായത് നമ്മുടെ കടലിലൊക്കെയുള്ള ഫോസിലിനെ കുറിച്ചിട്ട്. ഓർഗാനിക് പെട്രോളജിയെ കുറിച്ച് പഠിക്കുക, അതായത് ഈ ഫോസിൽ ഫ്യൂൽസിലൊക്കെ ഉള്ള എന്തെങ്കിലും ഓർഗാനിക് മാറ്റേഴ്സിനെ കുറിച്ച് പഠിക്കുക. ഡെൻഡ്രോക്രോണോളജി എന്ന് പറഞ്ഞാൽ വുഡിനെ കുറിച്ച് പഠിക്കുന്നതാണ്, ട്രീസിനെ കുറിച്ച് പഠിക്കുന്നതാണ്. പിന്നെ പാലിയോ എത്തനോ ബോട്ടണി, പിന്നെ ആർട്ടിക് അന്റാർട്ടിക് റിസർച്ച്, ഐസോടോപ്പ് ആൻഡ് ജിയോ കെമിസ്ട്രി, ക്രിയേഷൻ ഓഫ് മൾട്ടി സ്പെഷ്യാലിറ്റി നാഷണൽ ഫെസിലിറ്റി ഫോർ എൻഹാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ലീഡർഷിപ്പ് വിച്ച് ഇൻ ടേൺ വുഡ് കോൺട്രിബ്യൂട്ട് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് സൊസൈറ്റി ആൻഡ് നാഷൻ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ട്രസ്റ്റ് ഏരിയാസ് ഓഫ് റിസർച്ച് ഉണ്ട് ഇവർക്ക്. ഇതൊക്കെയാണ് ഇവരുടെ റിസർച്ച് ഏരിയാസ്, BSIPയുടെ റിസർച്ച് ഏരിയാസാണ് ഈ പറഞ്ഞതൊക്കെ. പിന്നീട് ഇവർക്കൊരു മ്യൂസിയം ഉണ്ട്. BSIP മെയിൻറ്റെയിൻസ് എ മ്യൂസിയം വിത്ത് ഇറ്റ്സ് ഫൗണ്ടേഷൻ സ്റ്റോൺ ലേഡ് ബൈ ഡോക്ടർ സാനി. ഒറിജിനലി ഇറ്റ് ഹൗസ്ഡ് ദ ഫോസിൽ കളക്ഷൻസ് ഓഫ് ഡോക്ടർ സാനി ബിലോങ്ങിങ് ടു വേരിയസ് ജിയോളജീസ്. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് ഈ മ്യൂസിയത്തിൽ? ഫോസിൽ കളക്ഷൻസ് ആണുള്ളത്. മ്യൂസിയത്തിൽ എന്താണുള്ളത്? ഫോസിൽ കളക്ഷൻസ് ആണുള്ളത്. ഈ മ്യൂസിയം ഫൗണ്ടേഷൻ സ്റ്റോൺ ഇട്ടത് ഡോക്ടർ ബീർബൽ സാനി ആയിരുന്നു. പിന്നീട് ആ സമയത്തുള്ള ഫോസിൽ കളക്ഷൻസ് ആയിരുന്നു. പിന്നീട് ഇപ്പോഴെന്താണ് അവിടെ ഉള്ളത്? പിന്നീട് കിട്ടിയിട്ടുള്ള ഫോസിൽസ് ഒക്കെ അവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദീസ് കളക്ഷൻസ് ഇൻക്ലൂഡ് ഹോളോടൈപ്പ് സ്പെസിമെൻസ്, സ്ലൈഡ്സ് ആൻഡ് ഫിഗേർഡ് സ്പെസിമെൻസ്. ഹോളോടൈപ്പ് സ്പെസിമെൻസ് ഉണ്ട്, സ്ലൈഡ്സ് ഉണ്ട്, ഫിഗേർഡ് സ്പെസിമെൻസ് ഉണ്ട്, ഒക്കെ ഉണ്ട്. ദ മ്യൂസിയം ഓൾസോ മെയിൻറ്റെയിൻസ് എ ജിയോളജിക്കൽ ടൈം ക്ലോക്ക്. ഒരു ജിയോളജിക്കൽ ടൈം ക്ലോക്കും അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഈ മ്യൂസിയത്തിൽ. അപ്പോൾ മ്യൂസിയത്തിൽ എന്തൊക്കെയുണ്ട്? മ്യൂസിയത്തിൽ ഫോസിലിൻ്റെ കളക്ഷൻസ് ആണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ആദ്യം ഡോക്ടർ സാനിയുടെ കളക്ഷൻസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഡോക്ടർ സാനി കളക്ട് ചെയ്ത ഫോസിൽസിൻ്റെ കളക്ഷൻസ് ആയിരുന്നു അദ്ദേഹം അവിടെ വെച്ചിരുന്നത്. പക്ഷെ പിന്നീട് മറ്റ് സയൻറ്റിസ്റ്റും കളക്ട് ചെയ്ത് കൊണ്ടുവന്ന ഫോസിൽസൊക്കെ അവിടെ മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഹോളോടൈപ്പ് സ്പെസിമെൻസ് ഉണ്ട്, സ്ലൈഡ്സ് ഉണ്ട്, ഫിഗേർഡ് സ്പെസിമെൻസ് ഉണ്ട്. മ്യൂസിയം ഓൾസോ മെയിൻറ്റെയിൻസ് എ ജിയോളജിക്കൽ ടൈം ക്ലോക്ക്. പിന്നെ ഒരു നോളജ് റിസോർച്ച് സെൻറ്റർ ആയിട്ടും ഈ BSIP പ്രവർത്തിക്കുന്നുണ്ട്. എന്താണ് നോളജ് റിസോർച്ച് സെൻറ്റർ എന്ന് പറഞ്ഞാൽ? ലൈബ്രറി ഓഫ് BSIP ഹാസ് ഡാറ്റാബേസ് സർവീസ് സച്ച് ആസ് GeoRef, വെബ് ഓഫ് സയൻസ്, JCC at INSTARC and access to CSIR DST consortium. Journals are made available online to users. അപ്പോൾ ഇവിടെ നോളജ് റിസോഴ്സ് സെൻ്റർ ആണ്. നോളജ് റിസോഴ്സ് സെൻ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈബ്രറിയിൽ ഒരുപാട് ബുക്സ് കിട്ടും അല്ലേ. പിന്നെ നമുക്ക് ഇവിടെ എന്തൊക്കെ കിട്ടും? ഇവരുടെ ലൈബ്രറിയിൽ, BSIPയുടെ ലൈബ്രറിയിൽ ഡാറ്റാബേസ് സർവീസ് അടക്കമുണ്ട്. അതായത് ഓൺലൈനായിട്ട് ഒരുപാട് വിവരങ്ങൾ അവർ പുറത്തേക്ക് കൊടുക്കുന്നുണ്ട്. വെബ് ഓഫ് സയൻസിൻ്റെ, പിന്നെ JCC, CSIR DST കൺസോർഷ്യം, ഇതിൻ്റെയൊക്കെ ആക്സസ് ഉണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ നോളജ് റിസോഴ്സ് സെൻ്ററാണ് ഇത്, ബീർബൽ സാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയോ സയൻസസ്. പിന്നെ അവിടെ ഒരു ഹെർബേറിയം സൂക്ഷിച്ചിട്ടുണ്ട്. ദ ഹെർബേറിയം ഓഫ് BSIP ഹാസ് 4 ഡിഫറെൻറ്റ് സെക്ഷൻസ്. അപ്പോൾ ഹെർബേറിയത്തിലെല്ലാം കൂടെ ഒരുമിച്ചങ്ങ് വെച്ചിട്ടുള്ള ഉള്ളത് ഡിഫറെൻറ്റ് സെക്ഷൻ ആയിട്ടുണ്ട്. എന്തൊക്കെയാണ് അവിടെ ഉള്ളത്? ജനറൽ കളക്ഷൻ ഓഫ് ഡ്രൈഡ് പ്ലാന്റ്സ് മൗണ്ടഡ് ഓൺ ഹെർബേറിയം ഷീറ്റ്. അപ്പോൾ സാധാരണഗതിയിലുള്ള ഡ്രൈഡ് പ്ലാന്റ്സ് ഹെർബേറിയം ഷീറ്റിൽ ഒട്ടിച്ച് വെച്ചിട്ടുള്ള പോലുള്ള സാധാരണ ജനറൽ കളക്ഷൻസ് ഉണ്ട്. അതിൻ്റെ കൂടെ സൈലേറിയം ഉണ്ട്. സൈലേറിയം മീൻസ് കളക്ഷൻ ഓഫ് വുഡ്സ് ആൻഡ് ദെയർ തിൻ സെക്ഷൻസ്. വുഡിൻ്റെ കളക്ഷൻ, ഫോസിലായിട്ടുള്ള വുഡൊക്കെ ഇല്ലേ, അതിൻ്റെ കളക്ഷൻ ഉണ്ട്. പിന്നെ അതിൻ്റെ തിൻ സെക്ഷൻസും ഉണ്ട്. സൈലേറിയം എന്ന് പറയും അതിൻ്റെ പേര്. സ്പോറോതെക്ക് ഉണ്ട്. കളക്ഷൻ ഓഫ് പോളൻ ആൻഡ് സ്പോർ സ്ലൈഡ്സ് ആൻഡ് പോളനിഫറസ് മെറ്റീരിയൽസ്. ഇപ്പോൾ പോളൻ ഗ്രെയിൻസിൻ്റെ കളക്ഷൻ ഉണ്ട്, സ്പോർ സ്ലൈഡ്സിൻ്റെ കളക്ഷൻ ഉണ്ട്, പോളനിഫറസ് മെറ്റീരിയൽസിൻ്റെ കളക്ഷനും ഉണ്ട്. സ്പോറോതെക്ക് എന്നാണ് അതിൻ്റെ പേര്. കാർപ്പോതെക്ക് ഉണ്ട്. കാർപ്പോതെക്ക് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് സീഡ്സ്. അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ ഹെർബേറിയത്തിലുണ്ട്. ബീർബൽ സാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയോ സയൻസസിൻ്റെ ഹെർബേറിയത്തിൽ ഇത്രയും ഏരിയാസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവസരം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഒന്ന് സന്ദർശിച്ച് നോക്കുക. ഇപ്പോൾ ഇവിടത്തൊക്കെ നിങ്ങൾക്ക് അവിടെ പോയാൽ കാണാൻ പറ്റും. ലക്നൗവിലാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്.
പിന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് കുറേ അവാർഡ് കൊടുക്കുന്നുണ്ട്. പ്രൊഫസർ TM ഹാരിസ് മെഡൽ അവാർഡ് ദ ബെസ്റ്റ് പേപ്പർ പബ്ലിഷ്ഡ് ഓൺ പാലിയോബോട്ടണി ഇൻ എനി റെക്കഗ്നൈസ്ഡ് ജേണൽ. അപ്പോൾ നമ്മൾ ഒരുപാട് ജേണലിൽ പേപ്പേഴ്സ് ആർട്ടിക്കിൾസ് ഒക്കെ പബ്ലിഷ് ചെയ്യും അല്ലേ. അങ്ങനെയുള്ള ജേണലിൽ പബ്ലിഷ് ചെയ്യുന്ന ആർട്ടിക്കിളിന് പാലിയോബോട്ടണിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളിന് എന്ത് കൊടുക്കുന്നുണ്ട് ഇവർ? പ്രൊഫസർ TM ഹാരിസ് മെഡൽ എന്ന് പറഞ്ഞിട്ടൊരു മെഡൽ കൊടുക്കുന്നുണ്ട്, ബെസ്റ്റ് പേപ്പർ അവാർഡ്. ഡോക്ടർ PN ശ്രീവാസ്തവ മെഡൽ കൊടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട് അത് കൊടുക്കണേ? അവാർഡ് ടു ദ ബെസ്റ്റ് റിസർച്ച് വർക്ക് ഡൺ ഇൻ ദ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ BSIPയിൽ നടക്കുന്ന ബെസ്റ്റ് റിസർച്ച് വർക്കിന് വേണ്ടിയിട്ട് ഡോക്ടർ PN ശ്രീവാസ്തവ മെഡൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ചന്ദ്രദത്ത് പന്ത് മെമ്മോറിയൽ മെഡൽ കൊടുക്കുന്നുണ്ട്, അവാർഡ് ടു ദ ബെസ്റ്റ് റിസർച്ച് വർക്ക് ബൈ എ സയൻറ്റിസ്റ്റ് ഇൻ ഗ്രേഡ് C. അപ്പോൾ ഗ്രേഡ് സിയിലുള്ള സയൻറ്റിസ്റ്റ് നടത്തുന്ന ബെസ്റ്റ് റിസർച്ചിനാണ് ചന്ദ്രദത്ത് പന്ത് മെമ്മോറിയൽ മെഡൽ കൊടുക്കുന്നത്. ഡോക്ടർ ചുന്നിലാൽ കത്തിയാൽ മെഡൽ അതും ഗ്രേഡ് എയിലുള്ള സയൻറ്റിസ്റ്റ് നടത്തുന്ന റിസർച്ച് വർക്കിനാണ്. പിന്നെ ഡോക്ടർ പ്രഫുൽ ചന്ദ്ര ഭണ്ഡാരി മെഡൽ അവാർഡ് ടു ദ ബെസ്റ്റ് റിസർച്ച് വർക്ക് ബൈ എ BISP സ്കോളർ. അപ്പോൾ ഇവിടെയുള്ള ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ഒരു സ്കോളർ നടത്തുന്ന റിസർച്ച് ചെയ്യുന്ന ഒരാൾ, അയാൾ നടത്തുന്ന ബെസ്റ്റ് റിസർച്ച് വർക്കിന് വേണ്ടിയിട്ട് ഡോക്ടർ പ്രഫുൽ ചന്ദ്ര ഭണ്ഡാരി മെഡലുണ്ട്. അയ്യങ്കാർ സാഹ്നി മെഡലുണ്ട്. ദ പാലിയോ ബൊട്ടാണിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ജേണലുണ്ട്, ദ പാലിയോ ബൊട്ടാണിസ്റ്റ് പറഞ്ഞ ജേണലുണ്ട്. അത് ഈ BSIPയിൽ തന്നെ ജേണലാണ്. ആ ജേണലിലെ ബെസ്റ്റ് പേപ്പറിനാണ് അയ്യങ്കാർ സാഹ്നി മെഡൽ കൊടുക്കുന്നത്. പിന്നെ ഡോക്ടർ BS വെങ്കടാചല മെമ്മോറിയൽ മെഡൽ കൊടുക്കുന്നുണ്ട്, അതും ഇതിനു വേണ്ടി തന്നെ പാലിയോ ബോട്ടണിയിലുള്ള ബെസ്റ്റ് പേപ്പറിന് കൊടുക്കുന്നതാണ്. ടീം മെഡലുണ്ട്. ഇപ്പോൾ ഈ കൊളാബറേറ്റീവ് എഫേർട്ട് നടത്തുന്ന ബെസ്റ്റ് ടീമിന് കൊടുക്കുന്ന ടീം മെഡലും ഇവർ കൊടുക്കുന്നുണ്ട്. പിന്നെ ഡയമണ്ട് ജൂബിലി മെഡൽ അവാർഡ് ടു ദ ബെസ്റ്റ് റിസർച്ച് പേപ്പർ പബ്ലിഷ്ഡ് ബൈ സയൻറ്റിസ്റ്റ് ഓർ എ ടീം. ബെസ്റ്റ് റിസർച്ച് പേപ്പറിന് എന്ത് കൊടുക്കുന്നുണ്ട്? ഡയമണ്ട് ജൂബിലി മെഡൽ കൊടുക്കുന്നുണ്ട്. സയൻറ്റിഫിക് ഔട്ട്പുട്ട് മെഡലും ഉണ്ട്. അതും ഈ എന്തിനു വേണ്ടിയിട്ടാണ്? പാലിയോ ബോട്ടണിയിലുള്ള റിസർച്ച് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അവാർഡൊക്കെ കൊടുക്കുന്നത്. പിന്നെ ദ പാലിയോ ബൊട്ടാണിസ്റ്റ് ഇസ് എ വൈഡ്ലി അക്നോളജ്ഡ് ജേണൽ ഇൻ പാലിയോബോട്ടണി പബ്ലിഷ്ഡ് ബൈ ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് BSIP വേർബൽസാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയോ സയൻസസ് പബ്ലിഷ് ചെയ്യുന്ന ജേണലാണ് ദ പാലിയോ ബൊട്ടാണിസ്റ്റ് എന്ന് പറയുന്ന ജേണൽ. 1952 ഇത് സ്റ്റാർട്ട് ചെയ്തത്, ആനുവൽ പബ്ലിക്കേഷനായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഇതെന്തുണ്ട്? 1962 തൊട്ട് ഒരു വർഷത്തിൽ 3 ജേണൽസ് റിലീസ് ചെയ്യുന്നുണ്ട്. അതായത് ആദ്യം ഒരു വർഷത്തിൽ ഒരു ജേണൽ മാത്രമേ ദ പാലിയോ ബൊട്ടാണിസ്റ്റ് എന്നിട്ട് പുറത്തിറങ്ങുന്നുള്ളൂ. ഇപ്പോഴെന്തുണ്ട്? 3 ഉണ്ട്. 1962 തൊട്ടേ 3 ജേണൽ പുറത്തിറങ്ങുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് വീർബൽസാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയോ ബോട്ടണിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ലക്നൗവിലാണ് സ്ഥിതി ചെയ്യുന്നത്. പാലിയോ ബോട്ടണിയിലെ റിസർച്ചിനെ പ്രോത്സാഹിപ്പിക്കാനും പാലിയോ ബോട്ടണിയിലെ റിസർച്ചിനെ കോർഡിനേറ്റ് ചെയ്യാനും ഒക്കെയാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിക്കുന്നത്.